ഹായ് ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്തെന്ന് വെച്ചാൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഇതുപോലെ ഒരുപാട് വീഡിയോകൾക്കായി കുറേ പേര് വീഡിയോ ചെയ്യുന്നതുകൊണ്ട് കുറേ ആൾക്കാർ ഈ യൂട്യൂബിൽ ലിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ യൂട്യൂബ് സ്റ്റുഡിയോയിൽ ലിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടും. അപ്പം ഞാനൊരു തുടക്കക്കാരനാണ്. അപ്പം ഞാൻ ഈ പല ആൾക്കാരുടെ ഇതുപോലുള്ള യൂട്യൂബേഴ്സ് കൂടുതൽ പണ്ട് മുതലേ ഉള്ളവരെയൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട്. അപ്പം അവർ ചെയ്യുന്ന വീഡിയോയിൽ ഇതിൻ്റെ ഇടയ്ക്ക് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മുടെ ലിങ്ക് കൊണ്ടുവന്ന് പേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നു. അപ്പം ഞാൻ എൻ്റെ സ്വന്തം അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. അപ്പം അങ്ങനെ ഒന്നുമില്ല. സത്യം പറയാണ്, നിങ്ങൾ അവിടെ അത്രയുമുള്ള സ്പേസ് നിങ്ങൾ വേസ്റ്റ് ചെയ്യുകയാണ്. അല്ലാതെ നിങ്ങൾക്ക് അതിൽ വെച്ച് ഒരിക്കലും ഒരു ലിങ്ക് ആഡ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും വ്യൂവേഴ്സ് കൂടാൻ പോകുന്നില്ല. നിങ്ങൾക്ക് വ്യൂവേഴ്സ് കൂടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പുതിയ കണ്ടന്റ് ഇടുക, അത് കിട്ടി നിങ്ങളുടേതായ ശൈലിയിൽ നിങ്ങൾ അത് പ്രസന്റ് ചെയ്യാൻ നോക്കുക. അപ്പം ഞാനും ഇപ്പം ആ ഒരു മെത്തേഡ് തന്നെ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഞാനൊരു യൂട്യൂബിൻ്റെ മാത്രമല്ല ഇടാറുള്ളത്, ഒരുവിധപ്പെട്ട എൻ്റെ തന്നെ വ്ളോഗ്സ് ഇടാറുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സിനിമയുടെ ആണെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങൾ. അപ്പം ഞാൻ ചിലരൊക്കെ ഒന്നിൽ മാത്രം കോൺസെൻട്രേറ്റഡ് ചെയ്യുന്നത് കാണാറുണ്ട്. അതായത് ഇപ്പം അവരുടെ ചാനലിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ അതിൽ യൂട്യൂബിനെ കുറിച്ച് മാത്രമായിരിക്കും പറയുന്നത്. ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എനിക്ക് കിട്ടാവുന്ന നല്ല വീഡിയോസ് അല്ലെങ്കിൽ ഞാൻ കണ്ടിട്ടുള്ള വീഡിയോസുകൾ ചിലതൊക്കെ ഞാൻ എഡിറ്റ് ചെയ്ത് ഇടാറുണ്ട്. അല്ലാതെ ചിലത് ഞാൻ പോയ സ്ഥലങ്ങളിലെ വ്ളോഗ് ചെയ്യാറുണ്ട്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പം അതിൽ ചില വീഡിയോസ് ഒക്കെ ക്ലിക്ക് ആവാറുണ്ട്, ചിലത് ക്ലിക്ക് ആയിട്ടുമില്ല. നല്ല കണ്ടന്റ് ആണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ വ്യൂവേഴ്സ് കൂടും, നമ്മുടെ വ്യൂവേഴ്സ് കൂടും. പിന്നെ ഇത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന രീതിയും ടൈമും ഇതൊക്കെ ഇല്ല എന്ന് പറയുന്നില്ല. ഇപ്പൊ യൂട്യൂബിന്റെ അൽഗോരിതമായിട്ട് ഇതൊക്കെ ബന്ധപ്പെട്ട് കിടപ്പുണ്ട്. പക്ഷെ നമ്മൾ എന്നാലും നമ്മുടെ ഒരു ഇതില് ആൾക്കാരെ ആകർഷിക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് അവരെ പിടിച്ചിരുത്താനോ പറ്റുന്നുണ്ട്, നമ്മുടെ സംസാരം കൊണ്ട് പിടിച്ചിരുത്താൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ റീച്ച് കൂടാൻ സാധ്യതയുണ്ട്. അപ്പൊ ഞാൻ പല വീഡിയോയും പല സമയങ്ങളായിട്ടും പല രീതിയിലൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചില വീഡിയോസ് ഒക്കെ എൻ്റെ റീച്ച് പോയിട്ടുണ്ട്, ചിലതൊക്കെ വെറും 300-400 വ്യൂസ് മാത്രം വന്നിട്ടുണ്ട്, ചിലത് 10,000, 15,000, 15,000 വരെയൊക്കെ പോയിട്ടുണ്ട്. അപ്പം ഞാനൊരു തുടക്കക്കാരനാണ്. എനിക്ക് ആകെ കൂടെ 466 സബ്സ്ക്രൈബേഴ്സ് അതിൻ്റെ അകത്തുള്ളൂ. അപ്പം എൻ്റെ വീഡിയോസിൽ ആളെ പിടിച്ചിരുത്താൻ പറ്റുന്ന വീഡിയോസുകളാണെങ്കിൽ അത് ഉറപ്പായിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് റീച്ച് പോകുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്ത് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അത് യൂട്യൂബ് അൽഗോരിതമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ വേറെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ എൻ്റെ താഴെ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടാൽ മതി. അപ്പം ഇത് എന്താന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ ഇപ്പം ഇവർ പറയും പോലെ നമ്മുടെ വീഡിയോയുടെ യൂട്യൂബ് ലിങ്ക് എടുത്ത് യൂട്യൂബ് സ്റ്റുഡിയോ കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനം വരാമുള്ള അവിടെ നമ്മളെ ടാഗ് കൊടുക്കുന്ന സ്ഥലമാണ്. അവിടെ ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള നമ്പേഴ്സ് ടാഗ് നമുക്ക് വേർഡ്സ് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അതിനപ്പുറത്തോട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. അപ്പം നമ്മൾ നമ്മുടെ ആ ലിങ്ക് എടുത്ത് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ ടാഗ് കൊടുക്കാനുള്ള ഒരു സ്പേസ് ആണ് നഷ്ടപ്പെടുന്നത്. കുറെ പേരുടെ വീഡിയോസ് കണ്ടു ഞാൻ. യൂട്യൂബിൽ ലിങ്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് റീച്ച് കിട്ടുന്നു. അങ്ങനെ ഒന്നുമില്ല ഗായ്സ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് ഒരിക്കലും നിങ്ങൾക്ക് അങ്ങനെ റീച്ച് കിട്ടാൻ പോകുന്നില്ല. അങ്ങനെ റീച്ച് കിട്ടിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് എൻ്റെ ഈ വീഡിയോയ്ക്ക് താഴെ ഒന്ന് ചെയ്താൽ മതി. കാരണം അവർ പറഞ്ഞ പോലെ തന്നെ അതേപോലെ ഞാൻ ചെയ്ത് നോക്കി, ഇല്ല എന്നല്ല. അപ്പൊ ഇങ്ങനെ ആളെ പറ്റിക്കുന്ന രീതിയിൽ വീഡിയോ ഇറക്കി റീച്ച് കൂട്ടിനേക്കാണ് അതിന്റെ ആവശ്യം. കാരണം ഞാനൊക്കെ പുതിയതായിട്ടുള്ള ആൾക്കാർ, അപ്പൊ നമ്മളും ഇവരെ പോലുള്ളവരെ ഫോളോ ചെയ്യുന്നത്. അപ്പം അവരുടെ വീഡിയോസിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് അവർ വന്നിങ്ങനെ. അപ്പൊ ഗൈസ്, അവർ പറയും പോലെ ഇപ്പൊ വൈറ്റി സ്റ്റുഡിയോയിൽ ലിങ്ക് ആഡ് ചെയ്യേണ്ടത് എവിടെയാന്ന് വെച്ചാൽ ആദ്യം നമ്മുടെ വൈറ്റി സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്തിട്ട് നേരെ സെറ്റിംഗ്സിൽ പോവുക. സെറ്റിംഗ്സിൽ പോകുന്ന നേരത്ത് ഇവിടെ നമുക്കൊരു ചാനൽ ജനറൽ എന്നൊരു ഓപ്ഷൻ കാണാം. അതിൽ ചാനൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ചാനൽ ക്ലിക്ക് ചെയ്ത് കൊടുത്തിട്ട് ബേസിക് ഇൻഫോ ഉണ്ട്. ആ ബേസിക് ഇൻഫോയുടെ താഴെയായിട്ട് കീവേഡ്സ് കൊടുക്കാനായിട്ട് ഒരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. അപ്പം അതിലാണ് അവർ പറയുന്ന നമ്മുടെ ചാനലിന്റെ ലിങ്ക് ഇവിടെ ആഡ് ചെയ്യാനാണ്. ഇതിപ്പോ കീവേഡ്സ് കൊടുക്കാനുള്ള സ്ഥലം ഇവിടെ നമുക്ക് മാക്സിമം കൊടുക്കാവുന്നത് ഒരു 500 ലെറ്റേഴ്സേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നമ്മുടെ ആ ചാനലിന്റെ ലിങ്ക് തന്നെ ഏകദേശം ആ ഒരു നല്ല ലോങ് ലിങ്ക് ആയിരിക്കും ഉണ്ടാകുക. അപ്പൊ അതിവിടെ പേസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാവില്ല. ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് അത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നമ്മൾ എന്ത് വീഡിയോ ആണ് ചെയ്യുന്നത് അതിന്റെ കീവേഡ്സ് ആണ് നമ്മൾ ഇവിടെ കൊടുക്കേണ്ടത്. അതല്ലാതെ നമ്മുടെ ചാനലിന്റെ യൂട്യൂബിന്റെ ലിങ്കോ അല്ല ഇവിടെ ചെയ്യേണ്ടത്. അപ്പൊ അതിവിടെ കൊടുത്തുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകുമ്പോൾ ഗൈസ്, അപ്പൊ വെറുതെ ആൾക്കാർ നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അപ്പൊ നിങ്ങൾ ഇവിടെ മാക്സിമം നിങ്ങൾ കൊടുക്കേണ്ട നല്ല നല്ല കീവേഡ്സുകൾ കൊടുക്കാൻ നോക്കി. ഇപ്പൊ ഞാനിവിടെ കുറെ കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ നമ്മുടെ ചാനലിന്റെ പേര് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അത് കൊടുക്കാം.
അപ്പോൾ ഗൈസ് ഇങ്ങനെയാണ് യൂട്യൂബ് സ്റ്റുഡിയോയിൽ നമ്മുടെ ലിങ്ക് ആഡ് ചെയ്യേണ്ടത് റീച്ച് കൂട്ടാനായിട്ട്. പക്ഷേ ഇങ്ങനെ ചെയ്ത കൊണ്ട് പ്രത്യേകിച്ച് ഒരു ബെനിഫിറ്റ് ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ പറഞ്ഞാൽ എൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തതാണ്. അപ്പം അങ്ങനെയല്ല, മറിച്ച് മറ്റുള്ള ആർക്കെങ്കിലും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വ്യൂവേഴ്സ് അത് സെറ്റിംഗ് ചെയ്തുകൊണ്ട് വ്യൂവേഴ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി അതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞ രീതി അല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഇങ്ങനെ ലിങ്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് റീച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. കൂടാതെ പ്ലീസ് എൻ്റെ ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. അപ്പം എല്ലാവർക്കും നന്ദി. വീണ്ടും കാണാം.